സോ ബിഗ് ബോസ് തമിഴ് സീസൺ 8 ഡേ 44ന്റെ ഒരു ഷോർട്ട് റിവ്യൂയിലേക്ക് പോകാം. എപ്പിസോഡ് നമ്പർ 45 ആണ്. അപ്പം പുതിയ ക്രിയേറ്റീവ് ഡയറക്ടറൊക്കെ വന്നതിന് ശേഷം 3 ദിവസങ്ങളായി. എന്നിട്ടും മികച്ചത് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു 7ാമത്തെ ആഴ്ചയിൽ പഴയ ക്രിയേറ്റീവ് ഡയറക്ടറിനെയൊക്കെ മാറ്റി പുതിയ ക്രിയേറ്റീവ് ടീമൊക്കെ ബിഗ് ബോസ് സീസൺ 8ലേക്ക് വന്നു. എന്നിട്ടും ടാസ്കുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ടന്റുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നതിലോ മികച്ചതെന്ന് പറയാൻ ഒന്നും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. ബോറിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് നോക്കാം. ഒരു രാജാറാണി ടാസ്കൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കും ഈ ഒരു സീസണിൻ്റെ മുന്നോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ ഇന്നലത്തെ ആ ഒരു ദിവസത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഷോപ്പിംഗ് ടാസ്കുമായി ബന്ധപ്പെട്ട് തന്നെ നടന്ന ആ ഒരു സംസാരം, ഗേൾസ് ടീമിനിടയിൽ നടന്ന ഒരു പ്രശ്നങ്ങൾ, സാചന അതുപോലെ തന്നെ ജാക്ലിൻ അതുപോലെ തന്നെ അൻഷിത എന്നിവർക്ക് കൂടുതലായിട്ട് പ്രൊവിഷൻ എടുക്കുകയും പ്രൊവിഷൻ മൊത്തം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഹൗസ് മെമ്പേഴ്സ് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അതിൽ കൂടുതലും സാചന കൂടുതൽ എടുത്തുകൊണ്ടെന്നുള്ള സംസാരങ്ങളും കാര്യങ്ങളും വഴിയൊക്കെ സാചനയുടെ മുകളിലേക്ക് വരികയുണ്ടായി. അത് തെറ്റൊന്നുമല്ല, അതിലും കാര്യമുണ്ട്. എന്നിരുന്നാൽ പോലും അതിനെ കുറച്ച് സാചനയുടെ സൈഡും കൂടെ വിവരിക്കുന്നു. സാചന എന്തുകൊണ്ടത് എടുത്തു, എന്തുകൊണ്ട് എടുത്തില്ല, ഞാൻ മാത്രമല്ല മറ്റുള്ളവരും തെറ്റുകാരാണ് എന്ന് മറ്റ് കണ്ടസ്റ്റൻസിന് മുന്നിൽ ഒരു മീറ്റിംഗ്, ഗേൾസ് ടീം എല്ലാം കൂടെ മീറ്റിംഗ് വിളിച്ചു വരുത്തി അങ്ങനെ ഒരു സംസാരം അതിലേക്ക് വരുന്നു. അപ്പം അതിനിടയിൽ അതെന്തുകൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ചു, മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാം ചേർന്ന് സാചനയെ ഉപദേശിക്കുന്നു. അത് പിന്നീട് ഒരു ചെറിയ ഒരു വൈകാരിക മുഹൂർത്തങ്ങളിലേക്ക് പോകുന്നതോടുകൂടി ആ സെക്ഷൻ അവസാനിച്ചു. പിന്നീട് നമുക്ക് ഈ ഒരു വീക്കിലത്തെ നോമിനേഷൻ ഫ്രീ പാസിന്റെ ഫസ്റ്റ് ടാസ്ക് ആണ് നടന്നത്. അതിലും ബോയ്സ് ആണ് വിജയിച്ചിരിക്കുന്നത്. മികച്ചൊരു ടാസ്ക് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും നോമിനേഷൻ ഫ്രീ പാസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ഉള്ള ഒരു ടാസ്ക് തന്നെയാണ്. ഞാൻ ഇതുവരെയും അങ്ങനെ ഒരു ടാസ്ക് ഒരു സീസണിലും കണ്ടിട്ടില്ല. ഏതെങ്കിലും സീസണിൽ നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. എന്താണെങ്കിലും കുഴപ്പമില്ലാത്തൊരു ടാസ്ക് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അധികം ബോറടിപ്പിക്കാതെ എന്നാൽ മികച്ചത് എന്ന് പറയാവുന്ന ഒരു ടാസ്കോട് കൂടിയാണ് നോമിനേഷൻ ഫ്രീ പാസ് ഈ ഒരാഴ്ച കണ്ടക്ട് ചെയ്തത്. ഇനി 2 ഗെയിമും കൂടി ഉണ്ട്. അപ്പം അതിൽ ബോയ്സ് വിൻ ചെയ്ത് മികച്ച ഒരു തുടക്കം തന്നെ ബോയ്സ് ഈ ഒരാഴ്ച നൽകിയിരിക്കുകയാണ്. പ്രൊവിഷനിലും മികച്ച ഒരു തുടക്കം തന്നെയായിരുന്നു ബോയ്സിനെ സംബന്ധിച്ച്. അതിനുശേഷം പ്രത്യേകിച്ച് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നുമില്ല. പിന്നീട് നടന്ന എല്ലാ ഹൗസ് മെമ്പേഴ്സും കൂടിയിരുന്നുള്ള സംസാരത്തിനിടയിൽ നമ്മുടെ ക്യാപ്റ്റൻ മഞ്ജരിയാണല്ലോ, മഞ്ജരി ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഓവറായിട്ട്, മഞ്ജരി അല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്. അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിച്ച് മഞ്ജരിയുടേതായ ഈഗോയും മഞ്ജരിയുടേതായ പേഴ്സണൽ കാര്യങ്ങളും മിക്സ് ചെയ്ത് കുറച്ച് പേഴ്സണൽ ഗ്രഡ്ജസ് ഒക്കെ എടുത്തു വെച്ചിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അത് തന്നെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് വന്നു കഴിയുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഗേൾസിൻ്റെ ഇടയിൽ ആണെന്നുണ്ടെങ്കിൽ പോലും ബോയ്സിൻ്റെ ഇടയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും മഞ്ജരിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നേരെ ഭയങ്കരമായിട്ട് റൂഡായിട്ടുള്ള ഒരു ബിഹേവിയർ മഞ്ജരി കാണിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പം ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിൽ ആഫ്റ്റർനൂൺ സെക്ഷനിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണം നമ്മുടെ അർണവ് മഞ്ജരിയും അതുപോലെ തന്നെ അരുണും ഇവർ തമ്മിലുള്ള ഒരു വൻ പ്രശ്നങ്ങളും എല്ലാ ഹൗസ് മെമ്പേഴ്സും അതിനിടയിലേക്ക് ഇറങ്ങി വന്നതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് ഉണ്ടാകാനുള്ള കാരണവും മഞ്ജരി തന്നെയാണ്. വേറൊന്നുമല്ല, നമ്മളെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തമാശയായിട്ടുള്ള ഒരു ആക്റ്റായിരുന്നു. വെറുതെ ഒരു ജോക്കിന് വേണ്ടിയിട്ടല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫൺ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റാണവ്, നമുക്കറിയാം നമ്മുടെ പവിത്ര ആയിട്ടൊരു ലവ് ട്രാക്ക് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രം അറിയാം. എന്താണെന്നുണ്ടെങ്കിൽ പവിത്രയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും പവിത്രയുമായിട്ടുള്ള ഒരു ലവ് ട്രാക്കിൽ ട്രൈ ചെയ്തുകൊണ്ട് അതിനു വേണ്ടിയിട്ട് വെള്ളം വേണമെന്ന് പറയുമ്പോൾ വെള്ളവുമായിട്ട് ഗേൾസ് ടീമിൻ്റെ ഏരിയയിലേക്ക് ചാടിക്കടന്ന് ചെല്ലുകയും അതുമായി ബന്ധപ്പെട്ട് അവരൊരു ടാസ്ക് കൊടുത്ത് അതിനെ ഫണ്ണായിട്ട് കണ്ടുവന്നു മുന്നോട്ട് വന്നെങ്കിൽ പോലും മഞ്ജരി അത് ഭയങ്കര സീരിയസ് ആയിട്ടെടുത്ത് അതുമായി ബന്ധപ്പെട്ട് റാണവുമായിട്ട് സംസാരിച്ച് അത് പിന്നെ ഭയങ്കര വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നു. അതിനിടയിൽ ഒരു കമൻറ്റ് പാസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അരുണ് നേരെ മഞ്ജരി വരുന്നു. അരുണ് നേരെ അങ്ങനെ ഒരു മോക്കിംഗ് ചെയ്തു എന്ന് പറഞ്ഞത് അരുൺ ഇഷ്ടപ്പെട്ടില്ല. അരുൺ പിന്നെ മഞ്ജരിയുമായിട്ട് വൻ ഒരു പ്രശ്നത്തിലേക്ക് വരികയും അത് പിന്നീട് വലിയ പ്രശ്നം അവിടെ ഉണ്ടാവുകയും ചെയ്തു. പിന്നെ എല്ലാവരും വന്നിട്ട് ഒരു തരത്തിൽ ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് വിട്ടു. എന്നാൽ അരുൺ അത്രയ്ക്ക് ശാന്തനായിരുന്നില്ല. ആ ഒരു പ്രശ്നത്തിന് ശേഷം മുത്തുകുമാർ വന്ന് മഞ്ജരിക്ക് സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് മുത്തുകുമാറും നമ്മുടെ അരുണും അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഒക്കെ ചേർന്ന് മുത്തുകുമാറുമായിട്ടൊരു സംസാരവും മുത്തുകുമാറിനോട് ഒരു ഇഷ്ടക്കേടുണ്ടാവുകയും ചെയ്തു. മുത്തുകുമാർ മഞ്ജരിക്ക് സപ്പോർട്ട് ചെയ്തു, ഫ്രണ്ടായതുകൊണ്ട് സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തുകുമാർ ഒരു പരിധി വരെ മഞ്ജരിക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. ഫ്രണ്ട് എന്ന രീതിയിൽ മുത്തു അനാവശ്യമായിട്ട് മഞ്ജരിക്ക് പോയി സപ്പോർട്ട് ചെയ്തത്. എന്നാൽ ചെറിയതായിട്ട് അതിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട്. മഞ്ജരിയുടെ സൈഡിൽ ന്യായമുണ്ട്, അരുണിൻ്റെ സൈഡിൽ ന്യായമുണ്ട്. എന്നാൽ അരുണിൻ്റെ സൈഡിൽ നിൽക്കേണ്ട സമയമായിരുന്നു അത്. ആ സമയത്ത് പോയിട്ട് മഞ്ജരിയുടെ കൂടെ നിന്നതും ഒരു തെറ്റ് തന്നെയാണ്. എന്നിരുന്നാൽ
എന്നാൽ പോലും ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് പോയി. പിന്നീട് ബിഗ് ബോസ് തന്നെ മഞ്ജരിയുടെ ക്യാപ്റ്റൻസി വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു വീക്കിൽ നമ്മുടെ അരുൺ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു, അതിൽ പുറകിൽ കുറച്ച് റിബണുകൾ, 5 റിബണുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ക്യാപ്റ്റൻ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാന്നില്ലെന്നുണ്ടെങ്കിൽ ഓരോ റിബൺസ് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്രാവശ്യം മഞ്ജരിക്ക് 3 ബാഡ്ജസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ക്യാപ്റ്റൻ പ്രോപ്പറല്ലാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിന് ക്വസ്റ്റ്യൻ ചെയ്യാം, ആ ഒരു ബാഡ്ജ് റിമൂവ് ചെയ്യാം. അങ്ങനെ 3 എണ്ണവും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി നഷ്ടമാകുമെന്നുള്ള രീതിയിലേക്ക് വന്നു. അത് കൊടുത്ത ഉടനെ തന്നെ മുത്തുകുമാർ അതിന് മുമ്പ് നടന്ന ഒരു പ്രശ്നങ്ങളും മഞ്ജരി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു ബാഡ്ജ് ഊരിയെടുക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ സാചന വന്നെങ്കിലും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും പ്രോപ്പറായിട്ട് എല്ലാവരെയും അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാം ചേർന്ന് സാചനയെ അതിൽ നിന്ന് പിന്മാറ്റുകയും ചെയ്തു. സാചനയ്ക്ക് അവിടെ സാചനയുടെ പോയിന്റ്സുമായി സ്ട്രോങ് ആയിട്ട് നിൽക്കാനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സാചനയ്ക്ക് ആ ഒരു ബാഡ്ജ് എടുക്കാൻ സാധിച്ചില്ല. അത് ലാസ്റ്റ് വേണ്ടെന്ന് തന്നെ വെച്ച് എടുക്കുന്നില്ല. ഒരു വാണിംഗ് കൊടുത്ത്, മഞ്ജരിക്ക് ഒരു വാണിംഗ് കൊടുത്ത് നെക്സ്റ്റ് ടൈം ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് വിടുകയായിരുന്നു. എന്തായാലും സാചന അത് വന്നത് സ്ട്രോങ് ആയിട്ട് ആ പോയിന്റിൽ നിലനിന്ന് ആ ഒരു ബാഡ്ജ് എടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയ്ക്ക് മോശം രീതിയിൽ പോകുമ്പോൾ നമ്മളധികം എല്ലാവർക്കും വേണ്ടി കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സ്ട്രോങ് ആയിട്ട് നിന്ന് ആ ബാഡ്ജ് എടുത്തിരുന്നെങ്കിൽ മഞ്ജരി കുറച്ചുകൂടി ഇതായേനെ. കാരണം ഓവറായിട്ടുള്ള ഒരു റൂഡ് ബിഹേവിയർ, അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രഡ്ജസ് എല്ലാം വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു സീസണിൽ മഞ്ജരിക്ക് ഇതുവരെയും അത്രയ്ക്ക് മികച്ച രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുമില്ല. അത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ്. അതിനുശേഷം അരുണും വന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ട് പറയുന്നു, ഞാൻ ബാഡ്ജ് എടുക്കുന്നില്ല, കാര്യങ്ങൾ വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മീറ്റിങ്ങിൽ തന്നെ മഞ്ജരിയുടെ ഈ ഒരു ക്യാപ്റ്റൻസി നഷ്ടമാകേണ്ടതാണ് എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അത് ഗേൾസ് ടീമാണെന്നുണ്ടെങ്കിലും എല്ലാവരോടും എന്താ പറയുന്നത്, എടുക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയൊക്കെ വെച്ച് അത് റിക്വസ്റ്റൊക്കെ ഭയങ്കര കാര്യമായിട്ട് ചെയ്ത് ബോയ്സ് സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും വളരെ നീറ്റായിട്ട് ആ ഒരു സംഭവം ഹാൻഡിൽ ചെയ്തു. കഴിഞ്ഞ ഒരു തവണ നമ്മുടെ അഞ്ജലിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആനന്ദിയാണെന്നുണ്ടെങ്കിലും വന്ന് നമ്മുടെ അരുണിൻ്റെ കേപ്പിൽ നിന്ന് ഈ റിബൺ എടുത്തിരുന്നു. മോശം, അതായത് വളരെ മോശമായിട്ടുള്ള റീസൺസ് പറഞ്ഞു, ഒരു വാലിഡും അല്ലാത്ത റീസൺസ് പറഞ്ഞെടുത്തിരുന്നു. ആ സമയത്ത് ഇവർക്ക് തോന്നാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തോന്നിയിരിക്കുന്നത്. ബോയ്സ് അത് ഭയങ്കര നീറ്റായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അത് വാണിംഗ് കൊടുത്ത് ഒഴിവാക്കിയാൻ ആവശ്യമായിട്ട് ആ ഒരു ബാഡ്ജ് എടുത്ത് മാറ്റാതെ ആ ഒരു സീൻ വളരെ നൈസായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. ജെഫ്രി ആണെന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് വന്ന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞിരുന്നു, മികച്ച രീതിയിൽ ഒരു അവസരം കൂടി കൊടുക്കുക, നടന്നതൊക്കെ നടക്കട്ടെ, ഇനിയൊരു അവസരം കൂടി കൊടുക്കുക എന്നുള്ളൊരു നല്ലൊരു ടോക്കും അഡ്വൈസും എല്ലാവർക്കും കൊടുത്തത് മികച്ചൊരു സംഭവം തന്നെയായിരുന്നു. അപ്പം ഈ ഒരു സംഭവത്തോടു കൂടി ഇന്നലത്തെ ആ ഒരു കണ്ടന്റുകൾ ഏകദേശം അവസാനിച്ചു. ഇനി ഇന്നത്തെ ഒരു കണ്ടന്റുകളാണ് വരാൻ പോകുന്നത്. അതായത് നമ്മുടെ രാജാറാണി ടാസ്ക്, 2 ടീമിൻ്റെയും ഓരോ രാജാവും റാണിയും അവരുടെ പരിവാരങ്ങളും ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ടാസ്ക് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അത് മികച്ച രീതിയിൽ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പല സീസണുകളിലും പല രീതിയിൽ വന്ന് മികച്ച രീതിയിലാക്കുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതാണ്. നമ്മുടെ മലയാളത്തിലാണെന്നുണ്ടെങ്കിലും മലയാളം ബിഗ് ബോസിൽ എവർ ഹിറ്റായിട്ടുള്ള ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് പുള്ളി ചെയ്തൊരു ഒരു സീസണായ സീസൺ 4 നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ റോബിൻ രാധാകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു സീസണിലെ ഈ ഒരു രാജാറാണി അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു ടാസ്കിലാണ് വൻ പ്രശ്നങ്ങൾ ഉണ്ടായത്. റോബിനെ പുറത്താക്കുകയൊക്കെ, ഒരു ഫിസിക്കൽ അസാൾട്ടിൻ്റെ പേരിൽ റോബിനെ പുറത്താക്കുകയൊക്കെ ചെയ്തത്. ആ ഒരു ടാസ്ക്കാണ് ഇപ്പം നമ്മുടെ സീസൺ 8ലേക്ക് കൊണ്ടുവന്നത്. മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ബിഗ് ബോസിൻ്റെ ചില സെലക്ഷനുകൾ മോശമായി. രാജാവാണെന്നുണ്ടെങ്കിൽ റാണിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാചനയും അതുപോലെ തന്നെ അർണവും നമ്മുടെ റാണവുമാണ്. അപ്പോൾ ആ ഒരു സെലക്ഷനിൽ ചെറിയ പിശക് ഉണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. മറ്റ് കണ്ടസ്റ്റൻസിനെ കുറച്ചുകൂടി ബെറ്ററായവരെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ മികച്ച രീതിയിൽ ആ ഒരു ടാസ്ക് ഹാൻഡിൽ ചെയ്ത് പോകായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഏത് രീതിയിൽ വരെ പോകുമെന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.